നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? മതേതര കേരളം എന്ന് നാം നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും മതേതരത്വമല്ല, ഇവിടെ മതേതരത്വത്തിന്റെ പേരിൽ പലരും മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് സമീപകാല സംഭവ വികാസങ്ങൾ. എറണാകുളത്ത് ഒരു സ്കൂളിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടിക്ക് പ്രവേശിക്കണമത്രേ. 140 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു കുട്ടി മാത്രം വിചിത്ര ആവശ്യവും ഉന്നയിച്ച് സ്കൂളിലേക്ക് വരുന്നു. ജൂണിൽ സ്കൂൾ തുറന്നപ്പോൾ 2 ദിവസം ഇതേ ആവശ്യം ഉന്നയിച്ച് കുട്ടി അവിടെ എത്തിയപ്പോൾ അധ്യാപകർ വിലക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്ടോബർ 8-ാം തീയതി മുതൽ കുട്ടി വീണ്ടും ഇതേ ആവശ്യം ഉന്നയിക്കുകയാണ്. അവസാനം കുട്ടി ഇതേ ആവശ്യം ഉന്നയിച്ച് സ്കൂളിലെത്തുകയും ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് വന്ന കുട്ടിയെ അവർ സ്കൂൾ അധികൃതർ തടയുകയും ചെയ്തപ്പോൾ പുറത്തുനിന്ന് ഒരു കൂട്ടം ആൾക്കാർ അവിടേക്ക് എത്തി. അതിൽ SDPA ഭാരവാഹികൾ ഉണ്ടായിരുന്നു എന്നതാണ് ഏറെ വിചിത്രം. ആരാണ് സ്കൂളുകളിൽ ഇത്തരം കാര്യങ്ങൾ നടത്താൻ അല്ലെങ്കിൽ കുട്ടികളെ മതഭ്രാന്തന്മാരാക്കാൻ ശ്രമിക്കുന്നത്? മതേതരത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സർക്കാർ പോലും ഇപ്പോൾ മതഭ്രാന്തന്മാർക്ക് കൂട്ടുനിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഹൈക്കോടതി ഇടപെടലിലൂടെ പ്രശ്നം പരിഹരിക്കുകയും കുട്ടി അവിടുത്തെ യൂണിഫോം തന്നെ ധരിച്ചുകൊണ്ട് അവിടേക്ക് വരാമെന്ന് അവിടുത്തെ മാതാപിതാക്കൾ അടക്കമുള്ളവർ പറയുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മന്ത്രി ശിവൻകുട്ടി പുതിയ വിചിത്രവാദവുമായി രംഗത്ത് വന്നത്. കുട്ടിയെ ഹിജാബ് ധരിപ്പിച്ച് തന്നെ സ്കൂളിൽ എത്തിക്കണമത്രേ. ശിവൻകുട്ടിയുടെ ലക്ഷ്യം എന്താണ്? ഈ പ്രശ്നം നടക്കുമ്പോൾ ആ പരിസരത്തെങ്ങുമില്ലാതിരുന്ന ഹൈബിയിടൻ പെട്ടെന്ന് സ്കൂളിലേക്ക് ഇരച്ചു വന്ന് BJPയെ കുറ്റം പറയുകയും SDPയുടെ നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് എന്തിനാണ്? ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ? യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന പേര് പറഞ്ഞുകൊണ്ട് മത തീവ്രവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം കാണുന്നത്. 4 വോട്ടിന് വേണ്ടി കേരളത്തിലെ ജനതയെ ഒറ്റുകൊടുക്കുന്നുവെന്ന് അർത്ഥം. ഇടത് വലതു മുന്നണികൾ അക്കാര്യത്തിൽ യാതൊരു വ്യത്യാസവും കാണിക്കുന്നില്ല. രണ്ടുപേരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ 140 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വിചിത്രവാദവുമായി ഒരു കുട്ടി മാത്രം വരുമ്പോൾ അത് വളരെ കൃത്യമായി പ്ലാൻഡ് ആണെന്നും അവിടെയുള്ള മറ്റു കുട്ടികളെ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ വരണമെന്ന് അവിടെ ഇൻസ്ട്രക്ഷൻ നൽകുകയും ചെയ്തു എന്ന് അധ്യാപകർ അടക്കമുള്ളവർ പറയുമ്പോൾ എന്താണ് നാം അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? കർണാടകത്തിൽ നേരത്തെ ഇങ്ങനെ ഒരു വിചിത്രവാദം ഉണ്ടായി ചില കുട്ടികൾ രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ കോടതി ശക്തമായ നിലപാടെടുക്കുകയും യൂണിഫോം ധരിച്ചുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് വരണമെന്ന് പറയുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഒരു സ്കൂളിന് ആ സ്കൂളിൻ്റെതായ സ്കൂൾ മാനേജ്മെന്റിന് ആ സ്കൂളിന്റെ സംവിധാനങ്ങൾക്ക് ഒക്കെ അവരുടേതായ ഒരു രീതി ഉണ്ടാവും. യൂണിഫോം എന്ന് പറയുന്ന ഒരു ആശയം തന്നെ കുട്ടികളെല്ലാവരും ഒരേ രീതിയിൽ വരാനും കുട്ടികൾക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ടാകാനും വേണ്ടിയുള്ളതാണ്. അവിടെ പല കുട്ടികൾ പല വേഷവിധാനങ്ങളുമായി വരാൻ ഒരിക്കലും ഒരു സ്കൂളും അനുവദിക്കില്ല. ഇതേ വിചിത്രവാദം തലയിൽ ഹിജാബും ധരിച്ചുകൊണ്ട് അവിടേക്ക് കുട്ടികൾ വരണമെന്ന് പറഞ്ഞാൽ നാളെ കാവിഷോളും ധരിച്ച് മറ്റ് ഹിന്ദു കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? മതേതരത്വം എന്ന ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് മത തീവ്രവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന മന്ത്രി ശിവൻകുട്ടി ചെയ്യുന്നത് കൃത്യമായ നിയമവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. ഹൈക്കോടതി ഇടപെട്ട് തീർപ്പാക്കിയ വിഷയത്തിൽ മന്ത്രി ഇടപെടുന്നത് എന്തിനാണ്? മന്ത്രിക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും? ഭരണഘടനാ വിരുദ്ധമായ തീരുമാനങ്ങളും ഭരണഘടനാ വിരുദ്ധമായ രീതികളും പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി എന്ന് വ്യക്തമാകുന്നു. വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ വളരെ കൃത്യമായ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പരിഹരിക്കാൻ ശ്രമിച്ച പ്രശ്നത്തെ, പരിഹരിച്ചു പോയ പ്രശ്നത്തെ വീണ്ടും കുത്തിപ്പൊക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസ മന്ത്രി ആരുടെയെങ്കിലും കയ്യിലെ പണം വാങ്ങിയിട്ടാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? 4 വോട്ടിന് വേണ്ടി മാത്രമാണെന്ന് വിശ്വസിക്കാൻ തരമില്ല. പിണറായി വിജയന്റെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയന്റെ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അഴിമതിയുടേത് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മത തീവ്രവാദികൾക്ക് വളം വെച്ചു കൊടുത്ത് ആരുടെയെങ്കിലും അച്ചാരം പറ്റുന്നവരാണോ ഇവരെന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതിലും ഒട്ടും പിന്നിലല്ല കോൺഗ്രസും. അവിടെ അത്രയും നേരം വരാതിരുന്ന ഹൈബി ഈഡൻ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുന്നുവെന്ന് കണ്ടപ്പോൾ ഓടിയെത്തുകയും പലരും വിമർശനം ഉന്നയിച്ചപ്പോൾ അവിടേക്ക് വരികയും ചെയ്യുകയായിരുന്നു. വിമർശനം ഉന്നയിച്ചപ്പോൾ അവിടെ വന്നുവെന്ന് മാത്രമല്ല, വെറുതെ അവിടെയെങ്ങും ചിത്രത്തിൽ പോലും ഇല്ലാതിരുന്ന BJPയെ കുറ്റപ്പെടുത്തുക കൂടി ചെയ്തു. അവിടെ വന്നതിൽ പല രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു.
അതിൽ ജോസ് കെ മാണി അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. കൂട്ടത്തിൽ ഷോൺ ജോർജും എത്തി. അതുകൊണ്ട് തന്നെ BJP ഈ വിഷയത്തിൽ ഇടപെട്ട് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കി എന്ന് പറയുമ്പോൾ അവിടുത്തെ അതുമായി ബന്ധപ്പെട്ട പള്ളിയിൽ അച്ഛൻ തന്നെ പറയുന്നു അവിടെ ഇടപെട്ടത് ഹൈബി ഈഡനാണ്, SDP-യുടെ നേതാവിനെ സംരക്ഷിക്കാനാണ് എന്ന്. ആരെ സംരക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ള നീക്കവുമായി കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ പോകുന്നത്? ആരാണ് കേരളത്തിലെ മതേതരരായ യഥാർത്ഥ മതേതരരായ ജനങ്ങൾക്ക് സുരക്ഷയേകാൻ ഇനി ഉണ്ടാവുക? മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് മതഭ്രാന്തന്മാരെ ഇത്തരത്തിൽ അഴിച്ചുവിടുന്ന കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ ഇനി ഏത് രീതിയിലാണ് സാധാരണക്കാരന് ദ്രോഹമുണ്ടാക്കുന്നതെന്ന് പറയേണ്ടതില്ലല്ലോ.